ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SP Tech Vlogs. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധകായ ശിവഭഗവാന്റെ പ്രതിമയ്ക്ക് മുന്നിലാണ്. ഈശ ഫൗണ്ടേഷൻസ് കോയമ്പത്തൂരിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഇതൊരു അമ്പലമല്ല, ഒരു മെഡിറ്റേഷൻ സെൻറ്റർ, ഒരു യോഗ സെൻറ്ററാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നിന്നും സേലം ഹൈവേയിലെ ചാവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു ഹൈവേയിൽ തന്നെ കുറച്ച് ദൂരം, ഒരു 4-5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ടാണ് നമുക്ക് കോയമ്പത്തൂർക്ക് പോകേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇനി വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ജിക്സറാണ്. അപ്പോൾ നമ്മൾ ജിക്സറിൽ കുറേ ദിവസം നമ്മൾ വണ്ടി എടുത്തിട്ട് ഇതുവരെ വലിയ റൈഡുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജിക്സറിലാണ് ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്നും സേലം ഹൈവേയിൽ ചാവടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1-2 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ചാവടി കഴിഞ്ഞ് ഒരു 3-4 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ ഇടത്തോട്ട്, അതായത് കോയമ്പത്തൂർ റോഡിലാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ LNT സേലം ബാംഗ്ലൂർ ആ ഒരു റോഡിലാണ് കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ പറയാനുണ്ടായെന്ന് പറഞ്ഞു. അതിപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നിനെയും കുറിച്ചല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന നിയമം, അതായത് ഹെൽമറ്റ് ക്യാമറ നിരോധിച്ചു എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. അത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഉത്തരവ് വന്ന ശേഷം കാര്യമായിട്ടുള്ള ട്രാവൽ വ്ളോഗുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാനുള്ള കാരണം. അപ്പോൾ എനിക്ക് പൊതുവെ ഈ ഒരു ഗവൺമെൻറ്റിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഹെൽമറ്റ് ക്യാമറ ഉപയോഗിച്ച് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് കാരണങ്ങളാൽ നമ്മുടെ കേരളത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കുഴിയാണ്. അപ്പോൾ കുഴി കാരണം കുറേ പേര് വീണ് അപകടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി അതിനേക്കാൾ ഉപരി ഒരു റീസൺ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ മദ്യപാനത്തിനെ കുറിച്ച് പറയും. കാരണം ഈ ഒരു ഹെൽമറ്റ് ക്യാമറ ഉപയോഗിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ മദ്യം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കുറേ കുടുംബങ്ങൾ അനാഥരാകുകയും അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മദ്യപാനം കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അതിനെതിരെ ഒരു ഓർഡർ കൊണ്ടുവരുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റ്. നമ്മൾ തമിഴ്നാട് ആദ്യം തന്നെ എൻ്റർ ആയിരുന്നു, പക്ഷേ അവരുടെ RTO ചെക്ക് പോസ്റ്റ് ഇതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമാണല്ലോ ഹെൽമറ്റ് ക്യാമറ നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട് ബോർഡർ കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ പാലക്കാട് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉക്കടം, അതായത് കോയമ്പത്തൂർ ടൗണിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കോവൈ പുതൂർ അല്ലെങ്കിൽ പേരൂർ എന്നൊരു റോഡ് കാണാൻ പറ്റും ഇടത്തോട്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ കേരളം പോലെ തന്നെ അത്യാവശ്യം എവിടെയും നല്ല രീതിക്ക് പൈപ്പ് ലൈനിൻ്റെ വർക്ക് വേണ്ടി റോഡൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ നാട്ടിലും ഈ പൈപ്പിൻ്റെ പണിയെല്ലാം റോഡിലാണ് നടക്കുന്നത്. കുറേ വണ്ടികൾ ഇങ്ങനെ നിരനിര ഇടിച്ച് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരെല്ലാം ഈശയിലോട്ടാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. കാരണം നമ്മൾ ഒരു പ്ലേസിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലം അത്ര റഷില്ലാതെ നമുക്ക് കാമൻ ക്വൈറ്റായിട്ട് ആ ഒരു സ്ഥലം നല്ല വൃത്തിയായി കാണണം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഇത്രയും പോകുന്നവർ, അതായത് ഈ വഴി കൂടെ പോകുന്നവരെല്ലാം അങ്ങോട്ട് തന്നെ ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും കണ്ടറിയണം ഇവരെല്ലാം എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം തിരക്കുണ്ടാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു ഈശ യോഗ സെൻറ്ററിലോട്ട് വരുന്നത്. ആദ്യമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഞാൻ ഇതിന് മുന്നേ ഒരു തവണയേ ഞാൻ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2018 ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുള്ളത്. അതൊന്ന് ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ നമ്മൾ ആ കോയമ്പത്തൂർ, അതായത് കോയമ്പത്തൂരിൽ നിന്ന് പൂണ്ടി റോട്ടിൽ വരുന്നവർ ഈ കാണുന്ന റൈറ്റിൽ നമുക്ക് കട്ട് ഔട്ടായിട്ടാണ്, ഈ കാണുന്ന റൈറ്റിലാണ് നമുക്ക് ഈശാ യോഗയിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ കാണുന്ന റൈറ്റിൽ നമുക്ക് കട്ട് ചെയ്യണം. നമ്മളങ്ങനെ ഈശ ഫൗണ്ടേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഈ കാണുന്ന മെയിൻ എൻട്രൻസിൻ്റെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈശ എന്നൊരു വലിയൊരു എംബ്ലമൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു വലിയൊരു ഗേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കല്ലിൽ പണിതതാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കടക്കാം. ഇനി ഇതിനകത്ത് കിടക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റും. ഏകദേശം ഈ ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു 1 കിലോമീറ്ററോളൊക്കെ ട്രാവൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിൽ തന്നെ പോകുന്നത്. ഇവിടെ എന്തോ മണ്ഡപം പോലെ എന്തോ സെറ്റപ്പ് പണിയുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിഞ്ഞില്ല. ഇവിടെ വേഗപരിധിയൊക്കെ 20 കിലോമീറ്ററിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിൻ്റെ ഫീസായിരിക്കും. നമ്മളിപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്ത് ആ ഒരു ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പാർക്കിംഗ് ഫീ വരുന്നത് ബൈക്കിന് 10 രൂപയും അതുപോലെ തന്നെ കാറിന് 30 രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ഈശ ഫൗണ്ടേഷൻസിനെയും അതുപോലെ തന്നെ ഈ ആദിയോഗിയെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1992 സദ്ഗുരു ജഗ്ഗി വാസുദേവ സ്ഥാപിച്ച ഒരു ആത്മീയ സംഘടനയാണ് ഈ ഈശ ഫൗണ്ടേഷൻസ്. അതുപോലെ തന്നെ ഇവരുടെ പരസ്യവാചകം തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ കോയമ്പത്തൂർ ടൗണിൽ നിന്നും ഏകദേശം 31 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഈശ ഫൗണ്ടേഷൻ സ്ഥാപിതമായിട്ടുള്ളത്. ഈശ ഫൗണ്ടേഷൻസിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ട മലനിരകളിൽ താഴ്വാരത്തുള്ള ഈ പ്രതിമ 2 കൊല്ലം 8 മാസം കൊണ്ട് നിർമ്മിച്ചതാണ്. 112 അടി ഉയരമുള്ള ഈ പ്രതിമ 24 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2017 ഫെബ്രുവരി 24 ഒരു മഹാശിവരാത്രി ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർകളാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. പ്രതിമയുടെ 112 അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷ വിമോചനം നേടാനുള്ള 112 മാർഗങ്ങളെയാണ്. കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗഹൃദത്തിൻ്റെയും ജീവജാലങ്ങളുടെയും സഹവർത്തിത്വത്തിൻ്റെയും തെളിവാണ് എന്നാണ് വിശ്വാസം. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഈ ഒരു സ്റ്റാച്യു ആണെങ്കിലും ഇത് കൂടാതെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ യോഗ, മെഡിറ്റേഷൻ, മ്യൂസിക്കൽ ഇവൻറ്റ്സ്, അങ്ങനെ ഒട്ടേറെ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു സൺഡേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കുണ്ട്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ്. ഇത് ആ കാണുന്ന ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ധ്യാനലിംഗ എന്ന മെഡിറ്റേഷൻ സെൻ്റർ ഉള്ളത്. നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ ഒരു ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ആ മെഡിറ്റേഷൻ സെൻറ്റർ, അതായത് ധ്യാനലിംഗ എന്ന മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ബഗ്ഗിയും അതേപോലെ തന്നെ കാളവണ്ടി സഫാരിയൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്കതിൽ യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നടക്കാൻ തീരുമാനിച്ചേക്കാണ്. ധ്യാനലിംഗയിലോട്ട് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം അധികം ഇളനീരാണ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഉണ്ട്. അവിടെ സ്പ്രൈറ്റിൻ്റെയും സെവനപ്പിൻ്റെ ബോട്ടിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞു ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഷോപ്പെല്ലാം ഉണ്ട്. ഈ കാണുന്ന എൻട്രൻസിനകത്താണ് നമുക്ക് ധ്യാനലിംഗയിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഗാഡ്ജറ്റ്സ്, ഫോണും ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാഗെല്ലാം നമുക്ക് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അതുകൊണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരാം.
നമുക്ക് ധ്യാന ലിങ്കകത്ത് ഫോണും ക്യാമറയൊന്നും അലൗഡ് അല്ല. അപ്പം ഞാൻ ഈ ഒരു ഡെപ്പോസിറ്റ് കൗണ്ടറിൽ ഇതെല്ലാം കൊടുത്തിട്ട് ഗാഡ്ജറ്റ്സ് എല്ലാം കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാമാണ്. നമ്മളങ്ങനെ ധ്യാന ലിങ്കക്കകത്ത് പോയി പുറത്ത് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെപ്പോസിറ്റ് കൗണ്ടറിൽ നമുക്ക് ക്യാഷ് കൊടുക്കണമെന്ന് വെച്ചാൽ വേണ്ട, അവിടെ നമുക്കൊരു ക്യാഷ് ബോക്സ് പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ലതും ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ മെയിനായിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് സൈലൻസ് എന്നൊരു തോട്ടാണ് അവർ മെയിനായിട്ട് ഉന്നയിച്ചത്. കാരണം പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്താണ്. ഇനി അതിനകത്ത് ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ച് പറയുവാണെങ്കിൽ അതിനകത്ത് ആദ്യം കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ഹാളാണ്. അതൊരു മണ്ഡപം പോലെയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ, അതിപ്പോൾ വോളണ്ടിയേഴ്സായിട്ടും യോഗ ചെയ്യുന്നവരും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരും ഇന്ത്യക്കാരും അതേപോലെ ഫോറിനേഴ്സും അങ്ങനെ ഒട്ടേറെ പേര് ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഈ ഒരു ധ്യാന ലിങ്കക്കകത്ത് 2 കുളങ്ങളുണ്ട്, സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും എന്നറിയപ്പെടും. അപ്പോൾ സൂര്യകുണ്ട് എന്ന് പറയുന്നത് ആണുങ്ങൾക്കും ചന്ദ്രകുണ്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു കുളത്തിൽ കുളിച്ചിട്ട് വേണം ഇരിക്കാം. ഈ ഒരു കുളത്തിന് അവർ എനർജി പൂൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എനർജി പൂൾ എന്ന് പറയാൻ കാരണം തന്നെ ആ ഒരു കുളത്തിന് അടിയിൽ കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ കോപ്പർ കലരുമ്പോൾ നമ്മൾ അതിൽ ആ ഒരു വെള്ളം യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബിൽ തന്നെ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. സൗത്ത് കൈലാസ് അല്ലെങ്കിൽ തെക്കിൻ്റെ കൈലാസം എന്നറിയപ്പെടുന്ന വെള്ളിങ്കിരി മലയ്ക്ക് താഴെയാണ് ഈ ഈശ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഈ ഒരു വെള്ളിങ്കിരി മല എന്ന് പറയുന്നത് 7 മലകളാണ്. ഈ 7 മലകൾക്ക് മുകളിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ 7 മലകൾ നമുക്ക് ട്രക്ക് ചെയ്ത് വേണം യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഈ എന്ന് വെച്ചാൽ ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിലാണ് ഈ ഒരു വെള്ളിങ്കിരി മലയിൽ അധികം ആൾക്കാരും പോകാറുള്ളത്. ഇതുവരെ ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. നടന്ന ഒരു പരിവായപ്പോൾ ഞാനും ഒരു ഇളനീര് മേടിച്ചു. ഈ ഒരു ഈശ യോഗ സെൻറ്ററിലോട്ട് എത്ര മണിക്ക് വരുന്നതായിരിക്കും ഉചിതം എന്ന് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ അവർക്ക് സന്ധ്യാസമയങ്ങളായിരിക്കും സജസ്റ്റ് ചെയ്തത്. കാരണം വൈകിട്ടാണെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാമും അതേപോലെ തന്നെ ഒരു 7:20 ആകുമ്പോൾ ഒരു ലേസർ ഷോയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും കണ്ട് ആസ്വദിച്ചിട്ട് പോവുക. The deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence. A vision of the unfathomable mysteries of the universe. A most overwhelming vision the sages and Devi Parvati had ever witnessed. നമ്മൾ ഈ ഒരു ഈശ ഫൗണ്ടേഷനിലെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഔട്ട് SP.